സാധാരണ നമ്മൾ നോർമൽ യൂസിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് കണ്ടിട്ട് അതിൻ്റെ ഒപ്പം കൃത്യമായിട്ട് വരുന്ന ഫ്രേസ് പിടികിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സൂപ്പറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ടൈം ഇംഗ്ലീഷ് വായിച്ചും കേട്ടിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കും അല്ലേ. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറക്റ്റായിട്ട് ഉത്തരങ്ങൾ എല്ലാത്തിനും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ശരിക്കും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, at the restaurant the man served our food and the woman was the answer is waitress. ആ സ്പെല്ലിംഗ് കറക്റ്റാണ്, വെയിട്രസ്. എളുപ്പമായിരുന്നു അല്ലേ. വെയിറ്റർ ആണ് പെണ്ണുങ്ങൾക്ക് വെയിട്രസ് എന്ന് പറയാം. അടുത്തത്, we are thinking of going dash for a few days during the holidays. ഹോളിഡേയ്സിൽ ഞങ്ങൾ കുറച്ച് ദിവസം എവിടെയെങ്കിലും പോകാൻ വിചാരിക്കുന്നുണ്ട്, അതാണ് എൻ്റെ അർത്ഥം. ഏതാണ് ഓപ്ഷൻ വരിക? ഫാർ, ഔട്ട്, അവേ, ഓഫ്. ദി ആൻസർ ഇസ് അവേ. അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ലീവ് ഹോം ഫോർ എ ട്രിപ്പ് ഓർ വെക്കേഷൻ. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഫ്രേസൽ വെർബ്. ഗോ അവേ ഫോർ എ ഫ്യൂ ഡേയ്സ് എന്നാണ് പറയുക. ഫാർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ നമ്മൾ പോകുന്നതിനെ കുറിച്ചല്ല. ഔട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് പോവുക, അല്ലാതെ ട്രിപ്പിന് പോകുന്നതിന് നമ്മൾ ഔട്ട് എന്ന് പറയില്ല. ഓഫ് എന്നുള്ളത് ഇവിടെ ചേരില്ല. ഓക്കെ, അപ്പോൾ അവേ ആണ്. അടുത്തത്, ദിസ് ബ്രൈറ്റ് ലൈറ്റ് ഇസ് ഗിവിങ് മീ, എന്താ ഉത്തരം വരിക? ഹെഡേക്ക്, ഹെഡ് പെയിൻ, ഹെഡ് ലൈറ്റ്, ഹെഡ് സ്ട്രെസ്. ഗിവിങ് മീ എ ഹെഡേക്ക് അല്ലേ. ഹെഡ് പെയിൻ എന്ന് പറയില്ല നമ്മൾ. ഹെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ ഒക്കെ ലൈറ്റാണ്. ഹെഡ് സ്ട്രെസ് എന്നും പറയില്ല അല്ലേ. കിട്ടിയെന്ന് വിചാരിക്കുന്നതൊക്കെ. അടുത്തത്, വെൻ ബുക്കിംഗ് എ ഫ്ലൈറ്റ് വുഡ് യു ലൈക്ക് എ ഡാഷ് ഓർ എ റൗണ്ട് ട്രിപ്പ്? എന്താ വരിക? സിംഗിൾ ഓർ റൗണ്ട് ട്രിപ്പ്. അടുത്തത്, I'll dash your company till the train comes. ട്രെയിൻ വരുന്നവരെ ഞാൻ കമ്പനി തരാം. എങ്ങനെ വരിക? പലപ്പോഴും നമ്മൾ ഗിവ് യു കമ്പനി എന്നാണ് പറയുക, പക്ഷെ അതല്ല ഉത്തരം. കീപ് സമ്മൺ കമ്പനി എന്നാണ് വരിക. അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്, വിച്ച് മീൻസ് ടു സ്റ്റേ വിത്ത് സമ്മൺ സോ ദേ ആർ നോട്ട് അലോൺ. ഓക്കെ, ഗിവ് നമ്മൾ പറയില്ല, മേക്കും പറയില്ല, ഹാവും പറയില്ല. ഓക്കെ, അടുത്തത്, ഐ എം ടയർഡ് സോ ഐ ഡോണ്ട് ഡാഷ് cooking dinner tonight. I don't feel like, അല്ല എനിക്ക് തോന്നുന്നില്ല, കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ടയർഡ് ആയതുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, അതാണ് അർത്ഥം. ഓക്കെ, ഫയർ ഫൈറ്റേഴ്സ് മസ്റ്റ് വെയർ എ സ്പെഷ്യൽ ഡാഷ് വെൻ ദേ ആർ ഓൺ ഡ്യൂട്ടി. എ സ്പെഷ്യൽ യൂണിഫോം. എളുപ്പമായിരുന്നു അല്ലേ. ഡ്രസ്സും ക്ലോത്ത്സും ഒന്നും വരില്ല കേട്ടോ അവിടെ. After finishing all my exams, I plan to stay home and dash this weekend. എക്സാംസ് ഒക്കെ തീർന്നിട്ട് വീട്ടിൽ കുറച്ച് റിലാക്സ് ചെയ്യണം, റെസ്റ്റ് എടുക്കണം എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസ്? ടേക്ക് ഇറ്റ് ഈസി എന്നാണ് വരിക. ഹാവ് എ റിലാക്സ് എന്നൊന്നും പറയില്ല, മേക്ക് ഇറ്റ് ഈസി എന്നും പറയില്ല, മേക്ക് എ റെസ്റ്റ് എന്നും പറയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് പ്ലാൻ ടു സ്റ്റേ ഹോം ആൻഡ് ടേക്ക് ഇറ്റ് ഈസി ദിസ് വീക്കെൻഡ്. എന്ന് വെച്ചാൽ ഒന്ന് ചിൽ ചെയ്യാന്നുള്ള അർത്ഥമാണ്. അടുത്തത്, യു കാൻ സ്മോക്ക് ഹിയർ പ്ലീസ് ഡാഷ് യുവർ സിഗരറ്റ്. എന്താ വരിക? പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെടുത്തുക, സിഗരറ്റ് അണയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. പുട്ട് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും സാധനം സർഫസിൽ വെക്കുക. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. പുട്ട് അവേ, എന്തെങ്കിലും സാധനം എടുത്തു വെക്കാൻ പറയില്ലേ, സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കുക, അതാണ്. ഇപ്പോൾ കുട്ടികൾ കളിപ്പാട്ടൊക്കെ നേരത്തെ ഇട്ടെങ്കിൽ പുട്ട് അവേ യുവർ ടോയ്സ് എന്ന് പറയാം. അടുത്തത്, ഐ വാസ് ലേറ്റ് ഫോർ ഡാഷ് ദിസ് മോർണിംഗ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക്. ജോലിക്ക് കയറാൻ ലേറ്റായി, ട്രാഫിക് കാരണം എന്നുള്ള അർത്ഥമാണ്. എന്താണ് വരിക? വർക്ക് പ്ലേസ് എന്ന് അങ്ങനെ പറയാറില്ല, നാച്ചുറലായിട്ട് പറയാറില്ല, അതാണ് കാര്യം. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൂടേന്ന് അങ്ങനെയൊക്കെ ചോദിക്കാം. ഞാൻ പറയുന്നത് ഏറ്റവും വളരെ നാച്ചുറലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂസേജസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ടാസ്ക് എന്ന് പറയും, ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെസിഫിക് അസൈൻമെൻ്റ് ആണ് അല്ലേ. വർക്കാണ് അവിടെ കറക്റ്റ്.
ഒരു നമ്മൾ ജോലി സ്ഥലത്തിന് വർക്ക് എന്ന് പറയും കേട്ടോ. അടുത്തത് ഹി ഈസ് വെരി ബിസി സോ ഇറ്റ്സ് ഡാഷ് ഹി വിൽ കം. അവൻ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് ഡാഷ് ഹി വിൽ കം. എന്താ വരിക? ഇംപ്രോബബ്ലി, അൺപ്രോബബ്ലി, അൺലൈക്ലി, ലൈക്ലി. സോ ഇറ്റ് ഈസ് അൺലൈക്ലി ഹി വിൽ കം അല്ലേ, വരാൻ ചാൻസ് ഇല്ല, അൺലൈക്ലി. The lecture was so dash that the students weren't dash at all. ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ദ ലെക്ചർ, ക്ലാസ് ഭയങ്കര ഡാഷ് ആയിരുന്നു, എന്താ പറയുക, ബോർഡായിരുന്നു അല്ലെങ്കിൽ ബോറിംഗ് ആയിരുന്നു, അങ്ങനെ പറയാ. ഒരു സംഭവം ബോറിംഗ് ആയിരുന്നു എന്നാ പറയാ. ഓക്കെ, ഞാൻ ബോർഡായി കാരണം ആ സംഭവം ബോറിംഗ് ആയിരുന്നു. ഓക്കെ, അതിന് രണ്ടാമത്തെ പാർട്ടോ, ദ ലെക്ചർ വാസ് സോ ബോറിംഗ് ദാറ്റ് ദ സ്റ്റുഡൻസ് വെറന്റ്. സ്റ്റുഡൻസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? അവരെന്തോ സംസാരിച്ച് എന്തൊക്കെ അവതരിപ്പിച്ചപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതല്ലല്ലോ. ദേ വെറന്റ് ഇൻട്രസ്റ്റഡ്, അവരുടെ അവസ്ഥ പറയാണ്. അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. സോ ദേ വെറന്റ് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ ദ ലെക്ചർ വാസ് സോ ബോറിംഗ്. ലെക്ചർ എങ്ങനെയായിരുന്നു? ബോറിംഗ്. ദാറ്റ് ദ സ്റ്റുഡൻസ് വേർ നോട്ട് അല്ലെങ്കിൽ വെറന്റ് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. സ്റ്റുഡൻസിൻ്റെ അവസ്ഥ ഇൻട്രസ്റ്റഡ് അല്ലാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. His hair used to be straight, but now it looks slightly wavy എന്ന് പറയാം. You should take the earlier train to avoid the rush hour. Rush hour എന്ന് വെച്ചാൽ the busy period with heavy traffic. അതാണ് rush hour. She ran quickly and arrived dash the meeting. അവൾ ഓടി സമയത്ത് മീറ്റിംഗ് എത്തി എന്ന് പറയാൻ. ഇൻ ടൈം ഫോർ, ടൈംലി, ഇൻ ടൈം, ഓൺ ടൈം. ഏതാ വരിക? ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ് അല്ലേ. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന തൊട്ട് മുമ്പ് അല്ലേ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയാം ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. ഓക്കെ, ഇൻ ടൈം എന്താ വരാതിരുന്നേ? ഒരു ഈവെൻറ്റിൻ്റെ അപ്പുറത്തൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഈവെൻ്റ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഫോർ വേണം. ഇൻ ടൈം ഫോർ. ഓൺ ടൈം എന്ന് വെച്ചാൽ എന്താ? ആ ഷെഡ്യൂൾ ചെയ്ത സമയത്ത്, കൃത്യസമയത്ത് നിന്ന്, നോട്ട് ജസ്റ്റ് ബിഫോർ. ഓക്കെ, ആ കൃത്യസമയത്ത് എത്തി എന്ന് പറയാൻ ഷീ അറൈവ്ഡ് ഓൺ ടൈം. പക്ഷെ തൊട്ട് മുമ്പ് എത്തി എന്ന് പറയാൻ ജസ്റ്റ് ഇൻ ടൈം എന്നൊക്കെ പറയാം. ദ ക്ലോക്ക് ഷോസ് 3:15. ഇറ്റ്സ് എ ഡാഷ് പാസ് 3. എങ്ങനെ പറയാത്? 3:15 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ പാസ് 3. 15 മിനിറ്റ്സ് ക്വാർട്ടറാണ്. ടൈം പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. 15 മിനിറ്റ് ആണെങ്കിൽ ക്വാർട്ടർ, 30 മിനിറ്റ് ആണെങ്കിൽ ഹാഫ്. ഓക്കെ, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഫ്രാക്ഷൻ എന്നുള്ളതൊന്നും സമയത്തിന് നമ്മൾ പറയാറില്ല. എവറി ടൈം ഐ വെയർ സംതിങ് വൈറ്റ് ഐ ഡാഷ് കോഫി ഓർ ടീ ഓൺ ഇറ്റ്. എന്താ വരിക? എന്തെങ്കിലും വെള്ള ഡ്രസ്സ് ഇടുമ്പം ഞാൻ എപ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് കാപ്പിയോ ചായയോ എന്തെങ്കിലുമൊക്കെ വീഴ്ത്തും. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, വീഴ്ത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്പിൽ. ഇപ്പം എന്തെങ്കിലും ഒരു ലിക്വിഡ് ആക്സിഡൻ്റലി വീഴുമ്പോൾ നമ്മൾ സ്പിൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ഡ്രോപ്പ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്. ഡ്രോപ്ഡ് ദ ക്ലോക്ക് അല്ലെങ്കിൽ ദ വാച്ച്, അങ്ങനെ ഫോൺ എന്നൊക്കെ പറയാം. പോർ എന്ന് വെച്ചാൽ നമ്മൾ വേണമെന്ന് വെച്ചാൽ ഒഴിക്കുകയാണ് ലിക്വിഡ്, അതല്ലല്ലോ. ആക്സിഡൻ്റലി സ്പില്ലാണ്. അടുത്തത്, ഫോർ ദിസ് ഷർട്ട് വി ഹാവ് സ്മോൾ, മീഡിയം ആൻഡ് ഏതാ വരിക? എളുപ്പമാണ്, ലാർജ് അല്ലേ. വി ആർ ടു ടയേർഡ് ടു കുക്ക്. ലെറ്റ്സ്, പുറത്ത് കഴിക്കാൻ ഭയങ്കര ടയേർഡാണ്, എങ്ങനെ പറയും? ലെറ്റ്സ് ഡാഷ് ടുനൈറ്റ്. ഈറ്റ് ഔട്ട്വേർഡ്ലി, ഈറ്റ് ഔട്ട്, ഈറ്റ് അവേ, ഈറ്റ് ഔട്ട്സൈഡ്. ഏതാ വരിക? പുറത്ത് പോയി കഴിക്കുന്നതിന് ഈറ്റ് ഔട്ട് എന്നാണ് പറയാം. എന്നുവെച്ചാൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിന് ഈറ്റ് ഔട്ട്. ഓക്കെ, ഓൺ ഫ്രൈഡേ ഈവനിങ് വി ഡാഷ് ടു സെലിബ്രേറ്റ് ഹെർ ബർത്ത്ഡേ. എങ്ങനെ വരിക? വെൻറ്റ് ഫോർ ഫൺ, എൻജോയ്ഡ്, പ്ലേഡ്, വെൻറ്റ് ഔട്ട്. ഏതാ വരിക? ഇവിടെ കറക്റ്റായിട്ട് വരിക വെൻറ്റ് ഔട്ട്. To go out എന്ന് വെച്ചാൽ to go somewhere socially for fun. Okay, അടുത്തത്, we went to the beach because it was dash all day. It was sunny. നല്ല സൂര്യനുള്ള ദിവസമാണെങ്കിൽ സണ്ണി എന്നാ പറയാം, സണ്ണി ഡേ. മഴയുള്ള ദിവസമാണെങ്കിൽ റെയിനി ഡേ. അങ്ങനെ. She was unhappy at work, so she decided to dash
ലാസ്റ്റ് മന്ത്. ജോലി അവൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കഴിഞ്ഞ മാസം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റിട്ടയർ ആണോ, ഫയർ ആണോ, റിസൈൻ ആണോ, ഫിനിഷ് ആണോ? ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു, റിസൈൻ. റൈറ്റ്? നമ്മൾ വേണമെന്ന് വെച്ചാൽ ജോലി രാജിവെക്കുന്നതിന് റിസൈൻ എന്നാ പറയാം അല്ലേ. റിട്ടയർ എന്ന് വെച്ചാൽ എന്താ? റിട്ടയർ എന്ന് വെച്ചാൽ നമ്മൾ റിട്ടയർ ചെയ്യാം, വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ഇല്ല, അത് ഏജ് കാരണമാണ് പതിപ്പ് നമ്മൾ റിട്ടയർ ചെയ്യുക അല്ലേ. ഫയർ എന്ന് വെച്ചാൽ എന്താ? വേറെ ആരെങ്കിലും നമ്മൾ ജോലിയിൽ നിന്ന് പുറത്താക്കുക. ഫിനിഷ് ഇവിടെ ഉപയോഗിക്കില്ല. I live in a house. What about you? Do you live in a house or a village, an apartment, a home, a building? ഏതാ കറക്റ്റ്? എളുപ്പമായിരുന്നു. An apartment അല്ലേ. ഒരു വീട് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നൊരു സംഭവം, ഹൗസ്. അതാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നതാണ് അപ്പാർട്ട്മെൻറ്റ് അല്ലേ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയും, അമേരിക്കൻ ഇംഗ്ലീഷ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. രണ്ടും ഒരേ സാധനമാണ് കേട്ടോ. She dashed jogging in the park every evening. She plays ആണോ, does, play, goes? ഏതാ വരിക? നമ്മൾ ജോഗിങ്ങിന് പോകാന്ന് പറയാൻ ഗോ ജോഗിങ്, മീൻ പിടിക്കാൻ പോകാൻ ഗോ ഫിഷിങ്, അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ യൂസേജ് അങ്ങനെയാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ ഗോ ഷോപ്പിംഗ്, ഗോ ആണ് വരിക. അപ്പോൾ അവിടെ ഷീ ആയതുകൊണ്ട് ഗോസ്. ഓക്കെ. Parents don't usually dash children stay up very late on school nights. സ്കൂളുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ പാരൻസ് കുട്ടികളെ ലേറ്റായിട്ട് നിൽക്കാൻ സ്റ്റേ അപ്പ് വെരി ലേറ്റ് എന്ന് വെച്ചാൽ ലേറ്റായിട്ട് ഇങ്ങനെ ഉണർന്നിരിക്കാൻ അനുവദിക്കാറില്ല. എങ്ങനെ വരിക? ലെറ്റ് ആണോ, മേക്ക് ആണോ, അലൗ ആണോ, ഫോർബിഡ് ആണോ? പാരൻസ് ഡോണ്ട് ലെറ്റ് എന്ന് വെച്ചാൽ അലൗ ചെയ്യാം. മേക്ക് ഇവിടെ ചേരില്ല. അലൗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെറ്റിൻ്റെ പോലെ തന്നെ ഒരു ഫോർമൽ വേർഷനാണ്. അതിൻ്റെ പക്ഷേ സ്ട്രക്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അലൗ സംവൺ ടു ഡു സംതിങ് എന്നുള്ള രീതിയിൽ വരിക സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ അലൗ വരില്ല. ഫോർബിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാതിരിക്കുക, അതല്ലല്ലോ ഇവിടെ വരിക. ഇപ്പോൾ അവർ ടീച്ചർ ഫോർബിഡ്സ് അസ് ഫ്രം യൂസിങ് മൊബൈൽ ഫോൺസ് എന്നൊക്കെ പറയാം, അതല്ല ഇവിടെ വരിക അല്ലേ. അനുവദിക്കുന്നില്ല എന്ന് പറയാൻ പാരൻസ് ഡോണ്ട് യൂഷ്വലി ലെറ്റ് ചിൽഡ്രൻ. അപ്പം ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അപ്പം പിന്നെ ഫോർബിഡ് അല്ല വരിക. പാരൻസ് അനുവദിക്കുന്നില്ല, ഡോണ്ട് യൂഷ്വലി ലെറ്റ് ചിൽഡ്രൻ സ്റ്റേ അപ്പ്. ഓക്കെ. അടുത്തത്, ഐ എം സോറി ബട്ട് യു ഹവ് ഡാഷ് എ മിസ്റ്റേക്ക് ഇൻ ദ റിപ്പോർട്ട്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് റിപ്പോർട്ടിൽ. എങ്ങനെ പറയാത്? യു ഹവ് ഹാഡ് ആണോ, ഗിവൻ ആണോ, മെയ്ഡ് ആണോ, ഡൺ ആണോ? എപ്പോഴും മിസ്റ്റേക്ക് മേക്കാ ചെയ്യുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് മെയ്ഡ്. ഈ 3 വേർഡ്സ്, ഹാപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി, ഡിലൈറ്റഡ് എന്ന് പറയാം. കോൾഡിന് തുല്യമായിട്ട് ഫ്രീസിങ് എന്ന് പറയാം. അപ്പം ആംഗ്രിക്ക് തുല്യമായിട്ട് വരുന്ന ഈക്വലൻ്റ് ആയിട്ടുള്ള വേർഡ് എന്താ വരിക? അനോയ്ഡ്, ഇറിറ്റേറ്റഡ്, ഫ്യൂരിയസ്, വെക്സ്ഡ്. എന്താ വരിക? ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ഫ്യൂരിയസ് എന്നാണ് പറയുക. I enjoy all kinds of music, but I dash like jazz. I especially, specially, specifically, mostly. എന്താ വരിക? എസ്പെഷ്യലി. എസ്പെഷ്യലി എന്ന് വെച്ചാൽ എനിക്ക് വളരെ പ്രത്യേകിച്ചും ഇതാണ് ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇവിടെ ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് എസ്പെഷ്യലി എന്നുള്ള വാക്കാണ് കേട്ടോ. അടുത്തത്, സിൻസ് മറിയ ഹാസ് നോ സിബ്ലിങ്സ് ഷീ ഈസ് ഡാഷ്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. സിംഗിൾ ചൈൽഡ്, ആൻ അലോൺ ചൈൽഡ്, ആൻ ഓൺലി ചൈൽഡ്, എ ലോൺലി ചൈൽഡ്. ഇവിടെ ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പറയുക ആൻ ഓൺലി ചൈൽഡ്, ഒറ്റ മകളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൻ ഓൺലി ചൈൽഡ് എന്നാണ് പറയുക. എന്നാൽ നമ്മൾ റിപ്പോർട്ട്സിലോ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾ സിംഗിൾ ചൈൽഡ് എന്ന് കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ റിസർച്ച് പേപ്പേഴ്സിലൊക്കെ സിംഗിൾ ചൈൽഡ് എന്ന് ഉപയോഗിക്കാം. പക്ഷേ കോമൺ ആയി സംസാരിക്കുമ്പോൾ നമ്മൾ ആൻ ഓൺലി ചൈൽഡ് എന്നാണ് കോമൺ ആയിട്ട് കേൾക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സിംഗിൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ തെറ്റാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ശരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ, ആപ്റ്റായിട്ടുള്ള ആൻസർ അവിടെ നമ്മൾ സംസാരിക്കുമ്പോഴോ നിങ്ങൾ കോൺവെർസേഷൻസിലൊക്കെ കേൾക്കുക ആൻ ഓൺലി ചൈൽഡ് എന്നാണ് കേട്ടോ, എസ്പെഷ്യലി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരും സിംഗിൾ ചൈൽഡിനിട്ട് മാർക്ക് ഇട്ടോളൂ, പക്ഷേ കറക്റ്റ് ഇതാണെന്ന് പഠിച്ചു വെച്ചോളൂ. റിപ്പോർട്ട്സ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെയാണ് പൊതുവെ സിംഗിൾ ചൈൽഡ് നമ്മൾ പറയാം. ഓക്കെ. ലോൺലി ചൈൽഡ് എന്ന് വെച്ചാൽ എന്താ? അവരുടെ കുട്ടിയുടെ ഫീലിംഗ് ആണ്, കുട്ടിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടൊരു ഏകാന്തത ഒക്കെയുള്ള അനുഭവിക്കുന്ന കുട്ടി. ഓക്കെ. അതൊരു ഫാമിലി സിറ്റുവേഷൻ അല്ല. ഹി സ്റ്റഡീസ് മാത്സ് അറ്റ് യൂണിവേഴ്സിറ്റി. ഹീസ് എ
സ്റ്റുഡൻറ്റ്, പ്യൂപ്പിൾ, പ്രൊഫസർ. എന്താ വരിക? സ്റ്റുഡൻറ്റ്. ഇത് പ്യൂപ്പിൾ എന്ന് പറയാൻ ആരെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, പ്യൂപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഏജുള്ള കുട്ടികൾക്ക് പറയുന്നതാണ്. ഇതിപ്പോൾ കോളേജിലല്ലേ, യൂണിവേഴ്സിറ്റിയുടെ കാര്യമല്ലേ പറഞ്ഞേ, അപ്പോൾ പ്യൂപ്പിൾ എന്ന് പറയില്ല. ഹീസ് എ സ്റ്റുഡൻറ്റ്. അടുത്തത്, ഈ വേർഡ്സിൻ്റെ മാപ്പിംഗ് കണ്ടിട്ട് ഇതുപോലത്തെ ഏത് ആപ്റ്റായിട്ടുള്ള വേർഡാണെന്ന് ചൂസ് ചെയ്യണം. കറേജ്, കറേജിയസ്. ഡേഞ്ചർ, ഡേഞ്ചറസ്. ആംബിഷൻ, ambitious. അടുത്തത്, ദ ബുർജ് ഖലീഫ ഇസ് ദ ഡാഷ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ബിൽഡിങ്ങിന് നല്ല ഉയരമുണ്ടെങ്കിൽ എന്താ പറയുക, ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് എന്ന് പറയാൻ വേണ്ടി ടാളസ്റ്റ് ആണോ, ഹയസ്റ്റ് ആണോ, ഫാറ്റസ്റ്റ് ആണോ, ഗ്രേറ്റസ്റ്റ് ആണോ? സിമ്പിളാണ്, ടാളസ്റ്റ്. ടാളസ്റ്റ് ബിൽഡിംഗ്. ഓക്കെ, ബിൽഡിങ്സിന് നമ്മൾ ഹയസ്റ്റ് എന്നല്ല പറയാം, ടാളസ്റ്റ് എന്നാ പറയാം. അടുത്തത് സിമിലർ ആയിട്ടാണ്, കെയർഫുൾ, കെയർലെസ്. ഓപ്പോസിറ്റ് ആണ്. ഹാപ്പി, അൺഹാപ്പി. പൊലൈറ്റ്, എന്താ വരിക? ഇംപൊലൈറ്റ്, അൺപൊലൈറ്റ്, ഡിസ്പൊലൈറ്റ്, ഇൻപൊലൈറ്റ്. എന്താ വരിക? എളുപ്പമാണ്, ഇംപൊലൈറ്റ് അല്ലേ, പൊലൈറ്റ് അല്ലാത്ത അവസ്ഥ. ഷീ സ്റ്റഡീഡ് ഓൾ ദ ക്ലൂസ് കെയർഫുള്ളി ടു ഡാഷ് ദ സൊല്യൂഷൻ. എല്ലാ ക്ലൂസും അവൾ ശ്രദ്ധാപൂർവം പഠിച്ചു. എന്തിനു വേണ്ടിയിട്ട്? സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതെങ്ങനെ പറയാം? ടു തിങ്ക് ഔട്ട്, ടു കൗണ്ട് ഔട്ട്, ടു മേക്ക് ഔട്ട്, ടു വർക്ക് ഔട്ട്. ഏതാ വരിക? വർക്ക് ഔട്ട്. വർക്ക് ഔട്ട് എന്ന് വെച്ചാൽ ടു ഫിഗർ ഔട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് എന്നുള്ള ഫ്രേസൽ വെർബാണ്. തിങ്ക് ഔട്ട് എന്ന് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. കൗണ്ട് ഔട്ട് എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് അർത്ഥം. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ കോൺടെക്സ്റ്റ്. പക്ഷെ അതിവിടെ ഉപയോഗിക്കുന്നത് യോജിച്ചതല്ല. ഓക്കെ, ഈവൻ ദോ ദേ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, ദേ ഓൾവേസ് ഡാഷ്. ലൈക്ക് ദംസെൽസ് വെരി മച്ച്, റിലേഷൻഷിപ്പ് വെരി ഗുഡ്, റിലേറ്റ് വെരി വെൽ, ഗെറ്റ് ഓൺ വെരി വെൽ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് ചിലർ തെറ്റിക്കാം. ഗെറ്റ് ഓൺ വെരി വെൽ. ഗെറ്റ് ഓൺ വെരി വെൽ എന്ന് വെച്ചാൽ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, അതിനുള്ള ഇഡിയമാണ് ടു ഗെറ്റ് ഓൺ വെരി വെൽ വിത്ത് സമ്മൺ. ഓക്കെ, ലൈക്ക് ദംസെൽസ് വെരി മച്ച് എന്ന് പറയാൻ പറ്റുമോ? അത് അവരുടെ കാര്യമാണ് പറയണത്, അല്ലാതെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ദേ ഗെറ്റ് അലോങ് വെരി വെൽ എന്നുള്ള രീതിയിൽ പറയേണ്ടത്. അടുത്തത്, എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ഹൗ ടു ഡാഷ് ദ ട്രെയിൻ സ്റ്റേഷൻ? എങ്ങനെ പറയാം? ഗോ ആണോ, ബി ആണോ, ഗെറ്റ് ആണോ, ഫൈൻഡ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഗെറ്റ്. ഗെറ്റ് ടു എ പ്ലേസ് എന്ന് വെച്ചാൽ അവിടെ എങ്ങനെ എത്തുക എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് എന്ന് വെച്ചാൽ അറൈവ് എന്നുള്ള അർത്ഥമാണ് അവിടെ. ഗോ ടു എന്ന് വെച്ചാൽ ജനറൽ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഡയറക്ഷൻ ചോദിക്കുമ്പോൾ ഗോ ടു ദിസ് പ്ലേസ് എന്നല്ല പറയേണ്ടത്, ഗെറ്റ് ടു ദിസ് പ്ലേസ്. ഷീ യൂഷ്വലി ഹാസ് 3 dash a day. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. എന്താ പറയുക? 3 ഫുഡ് ആണോ, 3 ഈറ്റിങ്സ് ആണോ, ഫുഡ് ടൈംസ് ആണോ, മീൽസ് ആണോ? ഓക്കെ, മീൽസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഒക്കെ മീൽസ് ആണ് അല്ലേ, അതാണ് കറക്റ്റ് വേർഡ്. ഹോട്ട് ഇസ് ദ ഡാഷ് ഓഫ് കോൾഡ്. എങ്ങനെ പറയാം? ഓപ്പോസിറ്റീവ്, ഓപ്പോസിറ്റ്, ഒപ്പോസ്ഡ്, ഒപ്പോസ്. വളരെ എളുപ്പമായിരുന്നു, ഓപ്പോസിറ്റ് അല്ലേ. അടുത്തത്, truck drivers in the UK fill up their vehicles with dash instead of gasoline. എന്നുവെച്ചാൽ gasoline എന്ന് പറയുന്നത് അതേ സാധനത്തിന് ഉള്ള മറ്റൊരു വാക്കാണ്. ഏതാണ്? ഫ്യൂൽ, കോൾ, ഓയിൽ, പെട്രോൾ. വരിക പെട്രോൾ ആണ്, പെട്രോൾ. ഓക്കെ, എന്നുവെച്ചാൽ ഈ അമേരിക്കയിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും സെയിം വേർഡ്സിന് ഡിഫറെൻറ്റ് പേരാണ്. ഇപ്പം അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് ആണ്, എലിവേറ്റർ ലിഫ്റ്റ് ആണ്, ഗ്യാസലിൻ എന്ന് വെച്ചാൽ പെട്രോൾ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഗ്യാസലിൻ എന്ന് പറയുന്ന വാക്ക് പെട്രോൾ ആണ്. അടുത്തത്, മൈ മദേഴ്സ് ബ്രദർ ഹാസ് എ സൺ, ഹീസ് മൈ. എൻ്റെ അമ്മയുടെ സഹോദരന് ഒരു ആൺകുട്ടിയുണ്ട്, അവൻ ആരാണ്? എൻ്റെ സിസ്റ്റർ, കസിൻ, നീസ്. കസിൻ അല്ലേ. നീസ് എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരിയുടെ കുട്ടി, അതാണ് നീസ്. പെൺകുട്ടിയാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ നെഫ്യൂ. അങ്കിളിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിയുടെ കുട്ടി എന്താ വരിക? കസിനാണ് വരിക. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് കിട്ടി കോമെൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ സമ്പർക്കത്തിലൂടെ പഠിക്കുന്ന കുറേ ഫ്രേസാണ്. ഇതൊക്കെ ടിപ്പിക്കൽ തെറ്റുകൾ വരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് എടുത്തു പറഞ്ഞ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പോൾ മാർക്ക് എത്രയാണ് കിട്ടിയെന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.